HDFC ബാങ്ക് ചെയർമാന്റെ രാജി വ്യക്തിപരമെന്ന് സൂചന. ഫെബ്രുവരി 2026 ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI 56.9 ഓയിൽ വിലയിൽ കുതിച്ചുചാട്ടം. ഇന്ത്യൻ സൂചികകളിൽ മുന്നറിയിപ്പ്. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. വാർത്തകൾ വിശദമായി. HDFC ബാങ്കിന്റെ പാർട്ട് ടൈം ചെയർമാനും ഇൻഡിപെൻഡന്റ് ഡയറക്ടറുമായ അദാനു ചക്രബർത്തി രാജിവെച്ചു. കഴിഞ്ഞ 2 വർഷമായി ബാങ്കിനുള്ളിൽ കണ്ട ചില ഹാപ്പനിങ്സും പ്രാക്ടീസുകളും തന്റെ വ്യക്തിഗത വാല്യൂസ് ആൻഡ് എത്തിക്സിന് യോജിക്കുന്നില്ലെന്ന് രാജിക്കത്തിൽ പറയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല. മറ്റൊരു മെറ്റീരിയൽ കാരണമില്ലെന്നും സ്ഥിരീകരിച്ചു. ഇത് ബാങ്കിന്റെ ഗവേണൻസ് ഇമേജിനെ ബാധിക്കാം. പക്ഷേ RBIയുടെ അംഗീകാരത്തോടെ ട്രാൻസിഷൻ സുഗമമാക്കി. ബാങ്ക് ഷെയറുകൾ രാജിവാർത്തയ്ക്ക് ശേഷം 5 മുതൽ 9% വരെ ഇടിഞ്ഞു. മാർക്കറ്റ് ക്യാപ് ഏകദേശം 1 ലക്ഷം കോടി രൂപ നഷ്ടം. പിന്നീട് ചിലത് റിക്കവർ ചെയ്തു. രാജി മാനേജ്മെന്റുമായുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമായി കണക്കാക്കപ്പെടുന്നു. 2022 HDFC മെർജറിന്റെ ഫലങ്ങൾ പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്നും ചക്രബർത്തി സൂചിപ്പിച്ചു. RBI ട്രാൻസിഷൻ പ്ലാൻ അംഗീകരിച്ചു. ബോർഡ് അംഗവും HDFC മുൻ എക്സിക്യൂട്ടീവുമായ KK മിസ്ത്രി ഇന്റത്രിം പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായി. മാർച്ച് 19 മുതൽ 3 മാസത്തേക്കാണ് നിയമനം. ഫെബ്രുവരി 2026 HSBC ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI 56.9 ഇത് 4 മാസത്തെ ഉയർന്ന നിലയാണ്. ജനുവരിയിലെ 55.4 നിന്ന് ഉയർന്നു. പ്രാഥമിക എസ്റ്റിമേറ്റ് 57.5 ആയിരുന്നെങ്കിലും ഫൈനൽ ഫിഗർ ചെറുതായി താഴ്ന്നു. എങ്കിലും 50-ന് മുകളിലുള്ളത് വ്യവസായ വളർച്ച സൂചിപ്പിക്കുന്നു. ആഭ്യന്തര ഡിമാൻഡ് ശക്തമായത് പുതിയ ഓർഡറുകളും ഉൽപ്പാദനവും വർദ്ധിപ്പിച്ചു. ഉൽപ്പാദന വളർച്ച 4 മാസത്തെ ഏറ്റവും വേഗതയേറിയത്. എക്സ്പോർട്ട് ഓർഡറുകളുടെ വളർച്ച 17 മാസത്തെ ഏറ്റവും മന്ദഗതിയിലായി. ഏഷ്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, US എന്നിവിടങ്ങളിൽ നേരിയ വർധന. ഇൻപുട്ട് കോസ്റ്റ് ഇൻഫ്ലേഷൻ മിതമായി തുടർന്നു. ഔട്ട്പുട്ട് പ്രൈസ് ചെറുതായി ഉയർന്നു. ഇത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ പ്രതിരോധശേഷി കാണിക്കുന്നു, പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ഡിമാൻഡിന്റെ ശക്തി കൊണ്ട്. എങ്കിലും ഗ്ലോബൽ ട്രേഡ് അനിശ്ചിതത്വങ്ങൾ എക്സ്പോർട്ടിനെ ബാധിക്കാം. ഓയിൽ വിലയിൽ കുതിച്ചുചാട്ടം. ഇറാൻ-ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി. ഖത്തറിലെ LNG സൈറ്റും ഇറാനിലെ പ്രധാന ഊർജ്ജ സൗകര്യങ്ങളും ആക്രമിക്കപ്പെട്ടു. ബ്രെന്റ് ക്രൂഡ് $110 മുകളിൽ. ഇന്ത്യൻ വിപണിയിൽ ഇന്ധന ഇറക്കുമതി ചെലവ് വർദ്ധിക്കുമെന്ന ആശങ്ക. ഇന്ത്യൻ സൂചികകളിൽ മുന്നറിയിപ്പ്. ഗിഫ്റ്റ് നിഫ്റ്റി ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് സൂചിപ്പിക്കുന്നു. സെൻസെക്സ് 75,000-ന് താഴെ. നിഫ്റ്റി 23,300-നടുത്ത് പ്രതിരോധം. ഉയർന്ന ഓയിൽ വിലയും ഭൗമരാഷ്ട്രീയ അസ്ഥിരതയും വിപണിയെ സമ്മർദ്ദത്തിലാക്കി. ഹെഡ്ലൈൻസ് അഗെയിൻ. HDFC ബാങ്ക് ചെയർമാന്റെ രാജി വ്യക്തിപരമെന്ന സൂചന. ഫെബ്രുവരി 2026 ഇന്ത്യ മാനുഫാക്ചറിംഗ് PMI 56.9 ഓയിൽ വിലയിൽ കുതിച്ചുചാട്ടം. ഇന്ത്യൻ സൂചികകളിൽ മുന്നറിയിപ്പ്. ബിസിനസ് അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.